അപ്പോൾ ഒരു പൊറോട്ട എടുക്കുക. എന്നിട്ട് നമ്മളുടെ പെപ്പർ ചിക്കനും കൂടെ എടുക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊറോട്ടയും പെപ്പർ ചിക്കനും സൂപ്പർ ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ പറയില്ല, ഇതിപ്പം നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. രണ്ടിൻ്റെയും വീഡിയോ ഞാൻ രണ്ടായിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ്. എൻ്റെ ചാനൽ കയറി നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പെപ്പർ ചിക്കൻ ഉണ്ടാക്കുന്ന റെസിപ്പി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പറഞ്ഞിട്ടുള്ള പൊടിയൊക്കെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി, കരിഞ്ഞു പോകരുത്. അല്ലാതെ നമുക്ക് ഈ മുഴുവനെ അതിൻ്റെ നമ്മുടെ മല്ലിയും കുരുമുളകൊക്കെ അങ്ങനെ ഇട്ട് ജസ്റ്റ് ഇതാണൊക്കെ ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ പൊടി ഐറ്റംസ് മാത്രം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അങ്ങനെ അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ബട്ടറോ വെളിച്ചെണ്ണയോ ഒക്കെ നമുക്ക് ചേർക്കാൻ പറ്റും. എൻ്റെ കയ്യിൽ ഇപ്പോൾ കുറച്ച് ബട്ടർ കൂടുതൽ ഇരിക്കുന്നുണ്ട്, ഞാൻ അത് ബട്ടർ എടുത്തതേ ഉള്ളൂ. അങ്ങനെ ബട്ടർ നല്ല ഉരുകി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് 2 സവാളയാണ് ഞാൻ വലുത് ചേർത്തേക്കുന്നത്. ഒരുവിധം വലിയ സവാള തന്നെയായിരുന്നു അത്. എന്നിട്ടത് നല്ലതുപോലെ വാടാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ഉപ്പും ഇട്ട് ജസ്റ്റ് ഒന്ന് നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ നമ്മുടെ തക്കാളിയും ഒക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും, അധികം സമയമൊന്നും വേണ്ട. നമ്മൾ സാധാ ഇങ്ങനെ കറി ഉണ്ടാക്കണമല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അത് നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അങ്ങനെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ബാക്കി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കനും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് വീണ്ടും ഇളക്കി കൊടുക്കുക. അന്നേരം ആ ചിക്കൻ്റെ ഒരു വൈറ്റ് പോർഷൻ ജസ്റ്റ് വെന്ത പോലെ ഒരു പോർഷൻ പോലെ വരത്തില്ലേ, അപ്പം നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച ആ മസാലാസും കൂടി ഇട്ട് കൊടുത്ത് ജസ്റ്റ് നല്ലപോലെ ഒന്ന് ഇളക്കി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഗ്രേവി എത്ര വേണം എന്നുള്ള രീതിയിലാണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത് കേട്ടോ. എനിക്ക് കുറച്ച് ഗ്രേവി വേണ്ടതുകൊണ്ട് ഞാനിവിടെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെള്ളവും കൂടി ഒഴിച്ച് ജസ്റ്റ് നമുക്ക് ആദ്യം ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ബാക്കി ഒരു 10 മിനിറ്റും കൂടെ കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പെപ്പർ ചിക്കൻ കറക്റ്റ് റെഡിയായിട്ട് കിട്ടും. എല്ലാവർക്കും നല്ല പെരണ്ടിരിക്കുന്ന ടൈപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് വെച്ചാൽ മതി. ചിക്കനിൽ നിന്നും കൂടെ വെള്ളം ഇറങ്ങുമല്ലോ. നമ്മൾ സാധാരണ ഈ പൊറോട്ടയൊക്കെ കഴിക്കുന്ന കൂട്ടത്തിൽ കഴിക്കുമ്പം കുറച്ച് ഗ്രേവി വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. അതാണ് ഞാൻ കുറച്ച് ഗ്രേവിയിൽ വെച്ചത്. അതുകൊണ്ട് നമ്മുടെ ഗ്രേവി ആയിട്ടുള്ള പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. മുളക് പൊടിയും ഒന്നും ഇട്ടിട്ടില്ല. എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടെ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.